ജനാധിപത്യ വിശ്വാസികളെ, നമ്മള് ജനാധിപത്യത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട്. എനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് പ്രാപ്യമാവും എന്നുള്ളത്. ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ അകപ്പെട്ടാല് സാധാരണഗതിയില് അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രങ്ങളിലെയും ഇവരെ ജയിലിൽ കൊണ്ടുപോയിട്ടാണ് പതിവ്. ജയിലിൽ കൊണ്ടുപോയിട്ടാൽ ഈ വ്യക്തിയുടെ കുറ്റകൃത്യത്തിൽ അകപ്പെട്ട വ്യക്തിയുടെ ഏറ്റവും ആദ്യം സഞ്ചാര സ്വാതന്ത്ര്യമാണ് നിഷേധിക്കുന്നത്. അതിനു പകരം നമ്മളുടെ ഈ മഹാരാജ്യത്ത് അധിവസിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും സഞ്ചാര സ്വാതന്ത്ര്യം സാധ്യമാക്കാത്ത രീതിയിൽ കേരളത്തിനെ മുഴുവൻ മഴക്കാലക്കെടുതി എന്ന പോലെ മഴക്കാലങ്ങളിൽ മുഴുവൻ ജയിലിലകപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ കാലത്ത് വലിയ ജാതിക്കാരൻ വന്നാൽ മാത്രമേ കീഴ്ജാതിക്കാരന് റോട്ടിലൂടെ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം സംജാതമായിരുന്നുള്ളൂ. ഇന്നത്തെ കാലത്ത് എന്താ സ്ഥിതി? വലിയ ജാതിക്കാരൻ വന്നാലും ശരി, എന്തുകൊണ്ട് തന്നെയായാലും കീഴ്ജാതിക്കാരനും മേൽജാതിക്കാരനും ഒരുപോലെ വഴി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ ആരുമില്ല. ഭരിക്കുന്ന പാർട്ടിയുടെ കാര്യം പറഞ്ഞാലേ, വെള്ളക്കാരനെ കണ്ടാൽ കവാത്ത് മറക്കുന്ന രീതിയിലാ കാര്യങ്ങള്. വെള്ളക്കാരനല്ലേ ഭരിക്കുന്നത്, പിന്നെങ്ങനെയാ പരേഡ് ഉണ്ടാവുക? പരേഡൊക്കെ തൽക്കാലം നിർത്തിവെച്ചു. വെള്ളക്കാരൻ തന്നെ വഴിമാറിയാ സഞ്ചരിക്കുന്നത്. വെള്ളക്കാരനറിയാം ഈ റോഡിൽ മുഴുവൻ കുണ്ടും കുഴിയ, സമയബന്ധിതമായി എത്തില്ലാന്ന്. അപ്പൊ വെള്ളക്കാരൻ തന്നെ വഴിമാറി വെക്കുമ്പം അണികൾ എന്താ ചെയ്യാ? മിണ്ടാതിരിക്കുന്നേ, അനുഭവിക്കുന്നേ. കിറ്റ് കിട്ടിയില്ലേ? അടുത്ത ഓണം വരുന്നുണ്ട്, വീണ്ടും കിറ്റ് കിട്ടും. റോഡ് ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. കിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, പണ്ടത്തെ കാലത്തെ ഈ ചെറിയ ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് ഉപ്പ് എന്ന് പറയാൻ സാധ്യമായിരുന്നില്ല. അപ്പൊ പുളിച്ചതെന്നാ പറയാ. അപ്പൊ പുളിച്ചതെന്ന് പറഞ്ഞാൽ ഈ കടക്കാരൻ ഉപ്പ് കൊടുക്കുമായിരുന്നു. ഇപ്പൊ നമ്മളുടെ തൊട്ടടുത്തുള്ള സപ്ലൈകോയുടെ സ്റ്റോറിൽ പോയിട്ട് പുളിച്ചതെന്ന് പറഞ്ഞാൽ പോലും ഉപ്പ് കിട്ടാൻ മാർഗമില്ല. അപ്പൊ ഈ രാജ്യം എങ്ങനെ പോയി? നിങ്ങളൊന്ന് തന്നെ ആലോചിച്ചു നോക്കുക. പണ്ടത്തെ കാലത്ത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കേരളത്തിൽ പൊളിച്ചതെന്ന് പറഞ്ഞാൽ ഉപ്പെങ്കിലും കിട്ടുമായിരുന്നു. ഇന്ന് നമ്മളുടെ തൊട്ടടുത്ത സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പോയിട്ട് പൊളിച്ചതെന്നോ ഉപ്പെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദിയിലെ ഭാഷയിൽ പറഞ്ഞാൽ പോലും ഒരു സാധനവും കിട്ടാനില്ല. ഓണല്ലേ വരുന്നത്. അടുത്ത 30 ദിവസത്തിലോ 45 ദിവസത്തിന്റെ ഉള്ളിലോ ഓണം വരും. എന്താണ് അതിനു വേണ്ടിയുള്ള ഒരു പ്രിക്കോഷൻ? സാധാരണ ജനങ്ങൾക്ക് എന്ത് കിട്ടാനാ? ആരും പ്രതികരിക്കരുത്. എന്താ പ്രതികരിക്കാതെ? വെള്ളക്കാരന്റെ അല്ലേ ഭരണം? വളരെ ഭംഗിയായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ആദിമകാലത്ത് അല്ലെങ്കിൽ ആദിമകാലത്തെ കാര്യം വിടാം. നമ്മുടെ ഈ മണിപ്പൂര് ജാതീയ വംശീയ കലാപുണ്ടായി. കുക്കികളും നെയ്ത്തൈ വിഭാഗങ്ങളും. അപ്പൊ കുക്കി വിഭാഗം വളരെ പിന്നാക്കാവസ്ഥയിലുള്ളതായിരുന്നു. മേൽക്കൈ നെയ്ത്തൈ വിഭാഗത്തിനായിരുന്നു. അപ്പൊ ഈ മേൽക്കൈ ഉള്ള നെയ്ത്തൈ വിഭാഗം കുക്കി വിഭാഗങ്ങളെ ആക്രമിക്കാതിരിക്കാനായിട്ട് റോഡുകളിൽ മുഴുവൻ ട്രഞ്ച് എടുക്കുകയായിരുന്നു. ആ ട്രഞ്ച് നമ്മുടെ കുന്നംകുളം തൊട്ട് തൃശ്ശൂർ വരെയുള്ള റോഡിന് കുഴികളെക്കാട്ടിലും ചെറുതായിരുന്നു എന്നാ പറയുന്നത്. നമ്മളെ ഏതോ ഒരു രാജ്യം ആക്രമിക്കാൻ വരുന്ന രീതിയിലാണ്, അവരെ ബ്ലോക്ക് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മളുടെ നാട്ടിലെ കുഴികളെല്ലാം കണ്ടാൽ പുറത്തുനിന്ന് വരുന്ന വിദേശിക്ക് മനസ്സിലാവുക. കേരളം കാണാൻ വരുന്ന വിദേശിക്ക് മനസ്സിലാവുക, ഏതോ ഒരു ശത്രു രാജ്യം കേരളത്തെ ആക്രമിക്കാൻ വരുന്നു. അവരുടെ പടയോട്ടം നിർത്താനായി അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായി റോഡിൽ മുഴുവൻ കുഴികൾ നിർമ്മിച്ചിരിക്കുന്നു എന്നാണ് ഒരു വിദേശിക്ക് ഈ കേരളം അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം കണ്ടാൽ തോന്നുക. എവിടെയെത്തിയ ഇതിന്നൊരു മാറ്റം വേണ്ടേ? ആ മാറ്റത്തിനാണ് സാധാരണഗതിയിലെ ഏതെങ്കിലും ഒരു വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണ്ട. അറ്റ്ലീസ്റ്റ് ഇതിന്റെ കുഴികൾ അടയ്ക്കുക, വഴിമാറിപ്പോവാതെ ജനങ്ങൾക്ക് ഇതേ റോഡിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുക.
ഇതാണൊരു മിനിമം ഗ്യാരണ്ടി. അല്ലാണ്ട് ഇതിനെല്ലാം ഫ്ലൈ ഓവർ പണിയണമെന്നോ അല്ലെങ്കിൽ മേൽപ്പാത പണിയണമെന്നോ അതല്ലെങ്കിൽ 4 വരി പാതയാക്കണമെന്നോ ഒന്നുമല്ല ആം ആദ്മി പാർട്ടിയോട് ആവശ്യപ്പെടുന്നത്. മിനിമം ഗ്യാരണ്ടി, മിനിമൽ ഗ്യാരണ്ടി. സാധാരണക്കാരന്റെ പാർട്ടി ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് മിനിമം കുഴികളെങ്കിലും അടച്ച് വലിയ ബെക്കാരിലും അല്ലെങ്കിൽ അതേമാതിരിയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, ചെറിയ രീതിയിൽ ഈ കുഴികൾ അടച്ച് മനുഷ്യന്റെ ജീവന് സ്വത്തിന് വേണ്ട, വണ്ടി നാശായിക്കൊള്ളട്ടെ, ജീവനെങ്കിലും ഒരു പരിരക്ഷ കിട്ടുന്ന രീതിയിൽ ഈ റോഡുകൾ സഞ്ചാരയോഗ്യം ആക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതേമാതിരി ഈ സപ്ലൈക്കോല് ചെറുവക ഉപ്പോ മല്ലിയോ മുളകോ എന്തെങ്കിലും ഈ ഓണം വരുന്നതിന് മുൻപെങ്കിലും ലഭ്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഇവർക്ക് എല്ലാവിധ ആശംസകളും ഈ ഭരണം ഇതുപോലെ തന്നെ തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.